അതെ, എനിക്കൊരു 150 ഉറുപ്പ്യ വേണമായിരുന്നു. കടായിട്ട് മതി. എടുത്തോ. ഇത് നിനക്ക് വേണ്ടി തന്നെ അല്ലേ, അല്ലാതെ നാട്ടുകാരെ സഹായിക്കാനൊന്നും അല്ലല്ലോ. ഏയ് അല്ല, പോട്ടെ. വലിയ സഹായമായി ചേച്ചി. മാധവി ചെല്ല്, പോയി കാര്യം നടത്ത്. നീ എന്തിനാ മണ്ണാത്തി മാധവിയോട് സംസാരിക്കുന്നത്? അവളുടെ പോക്കത്ര ശരിയല്ല എന്ന് എല്ലാവരും പറയണേ. ഈ ദുർനടത്തക്കാരിയോട് ഇത്രയും അടുപ്പത്തോടെ ആരും സംസാരിച്ചിട്ടില്ല. ആണുങ്ങൾക്കെല്ലാം എൻ്റെ ശരീരം മതി. ആവശ്യം കഴിഞ്ഞ് ദുഷിക്കുകയും ചെയ്യും. എന്താണ് നിന്റെ രഹസ്യം? എന്തിനാണ് ചെറിയ കൗണ്ടനെ പോലുള്ളവർ വരെ നിന്റെ അടുത്തേക്ക് വരുന്നത്? അയാളുടെ ഭാര്യയോളം സുന്ദരി ഈ വയനാട്ടിലുണ്ടോ? എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് മറ്റാണുങ്ങൾ വരുന്നോണ്ടാണെന്നാ. മറ്റാളുകൾക്കൊപ്പം പായ പങ്കിടുന്നത് എൻ്റെ രുചി കൂട്ടാവും. ആദ്യമൊക്കെ എന്നോട് വലിയ ദേഷ്യമായിരുന്നു. പിന്നീട് എൻ്റെ മാധവന് പോലും ആളുകൾ എന്നെ തൊടാൻ തുടങ്ങിയപ്പോഴാണ്, കിടക്കപ്പായെന്ന് അന്യരുടെ മണങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ വിടാൻ വയ്യാതായത്. പാവം, ഇഷ്ടമുണ്ടായിട്ടല്ല ചത്തത്. ക്ഷേത്ര മൈതാനിയിൽ ഈ മാസം 25 മുതൽ ആരംഭിക്കുന്നു. കാണികളെ അത്ഭുത സ്തബ്ധരാക്കുന്ന മരണക്കിണർ, സൈക്കിൾ ഓടിക്കുന്ന കുരങ്ങന്മാർ, കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ട്രപ്പീസ് അഭ്യാസങ്ങൾ, ആന, പുലി, സിംഹം, ഒട്ടകം തുടങ്ങി ഒട്ടേറെ മൃഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ ഭാരത് സർക്കസ് പുൽപ്പള്ളി ക്ഷേത്ര മൈതാനിയിൽ ഈ മാസം 25 മുതൽ ആരംഭിക്കുന്നു. അമ്മ മരിച്ചതോടെ എൻ്റെ ജീവിത രീതികൾ പാടെ മാറി. എനിക്ക് പറ്റാവുന്ന അപകടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം അവയിൽ വിഷമിച്ചിരുന്ന ആ ഒരാളുടെ മരണത്തോടെ എനിക്ക് നിസ്സാരമായി തോന്നാൻ തുടങ്ങി. ജീവിതം അനായാസമായി. ഒരിടത്തുറച്ചിരിക്കാതെ നിരന്തരമായ യാത്രയായി എൻ്റെ ജീവിതം മാറുന്നത് അങ്ങനെയാണ്. യാത്രകൾക്കിടയിലുള്ള ചെറിയ ഇടവേളകളിലാണ് ഞാൻ നാട്ടിലുണ്ടാവാറുള്ളത്. അപ്പോഴും നാട്ടിലെ ഓരോ വീടുകളിലായി ഞാൻ കയറിയിറങ്ങും. എന്നെ ആശ്രയിക്കാനോ എനിക്ക് ആശ്രയിക്കാനോ ആരുമില്ലാതിരുന്ന ഈ വീടിൻ്റെ വാതിലുകൾ പലപ്പോഴും ഞാൻ തുറക്കാറില്ല. എനിക്ക് വൃഷണങ്ങളില്ല എന്നൊരു വാർത്ത നാട്ടിൽ പരന്നിട്ടുള്ളതായി എനിക്കും അറിയാം. അതിൽ പരിഭവിക്കാനോ അത് തിരുത്താനോ ഞാൻ മെനക്കെട്ടില്ല. ഒരു തരത്തിൽ എനിക്കത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് നൽകിയത്. ലൈംഗിക വിചാരം മനസ്സിലില്ലാത്ത എന്നോട് ഇടപഴകുമ്പോൾ സ്ത്രീകൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു. ഭർത്താവിനോട് പറയാൻ നാണിക്കുന്ന കാര്യങ്ങൾ പോലും അവർ ഞാനുമായി പങ്കുവച്ചിരുന്നു. രാത്രിയിൽ സിനിമയ്ക്കും നാടകത്തിനും സർക്കസിനും കൂട്ടുപോവാൻ അവർ എന്നെ കാത്തിരുന്നു. ഈ നെല്ലിൻ്റെ ചോറിന് തിന്നാൻ പറ്റുമോ?
ആ നീ വന്നോ? നീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സർക്കസിന് പോകായിരുന്നു എന്ന് ഞാൻ ഇപ്പം പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോയേക്കാം. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി ബോധ്ഗയിൽ നിന്ന് മേടിച്ചതാ. ഇങ്ങോട്ട് അയച്ചു, ഞാൻ കുത്തിയിട്ട് തരാം. എന്നാ ഗോപാലേട്ടൻ ലീവിന് വന്നാ? 2 ദിവസമായി വന്നിട്ട്. കൊണ്ടുവന്ന മിലിറ്ററി തീർത്തലായിരുന്നു പറഞ്ഞേക്കണം. ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വരാം. ആ പറഞ്ഞേക്കാം. ആ ടീച്ചർ സ്കൂളിൽ നിന്നാ? ഒന്ന് നിന്നേ. ഇത് നബീസമൊക്കെയുള്ളതാ. കുറച്ച് ആഗ്രഹപ്പേടയാ. കഴിഞ്ഞ പ്രാവശ്യം ഓള് പറഞ്ഞു കൊണ്ടുവരണമെന്ന്. ഓ ശരി. മൃഗശാലയും സർക്കസും ദാസനെ എന്നും വേദനിപ്പിച്ചിരുന്നു. ഇത്രമേൽ അനാഥത്വവും നിസ്സഹായതയും അവൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്ര ശാന്തനും പാവവുമായി ഒരാൾക്ക് ജീവിക്കാനാവോ? ശരിക്കും പേടിച്ചു പോയി. ഞാനും ആദ്യം ഒന്ന് പേടിച്ചു. ശരിയാ. കേച്ചബ, നിനക്ക് ഇഷ്ടായോടാ സർക്കസ്? സൂക്ഷിച്ച് സൂക്ഷിച്ച്.